ഹലോ എവ്രി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ പഞ്ചാബി പനീർ പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി റെസിപ്പിയാണ്, മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോഴാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അത് വലിയ സൈഡ് ഏതാ വരുന്നത് വെച്ചാൽ ആ സൈഡിൽ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് 200 ഗ്രാം ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇത് കണ്ടല്ലേ, മൊത്തം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് നന്നായിട്ട് പൊടിയായി അരിഞ്ഞിട്ട് വേണേ ആഡ് ചെയ്ത്. അഥവാ നിങ്ങളെക്കൊണ്ട് പൊടിയായി അരിഞ്ഞ് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉപ്പിട്ട് അരിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കിയത് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് സവാളനകത്ത് ആഡ് ചെയ്താൽ മതി. വെള്ളം കളയേണ്ട ആവശ്യമില്ല, നമ്മൾ ആട്ട വഴിക്കത്തില്ല, അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമ്മൾ പറാഠ പൊട്ടത്തില്ല. അല്ലാതെ നമ്മൾ ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞ് നമ്മളിങ്ങനെ ഇടുവാണെങ്കിൽ നമ്മൾ പറാഠ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ പച്ചമുളക് നമ്മുടെ എരിവിന് അനുസരിച്ച് വേണം എല്ലാ മസാല ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പച്ചമുളക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിന് ശേഷമാണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ മുഴുവൻ മല്ലി ഒന്ന് ചതച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് അതും കൂടെ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണേ, നമ്മുടെ പാകത്തിനെല്ലാം മസാല ഉണ്ടോ ഇല്ലയോ എന്ന്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ ആട്ട നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് വരണമെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അയമോദവും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി കുഴക്കുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ട് വേണേ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്കാണെങ്കിൽ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടി ഉരുളേനെക്കാട്ടി ഒരു ചെറുതായി ഇച്ചിരി കൂടി വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുക്കുക. പിന്നെ ഗോതമ്പ് പൊടിക്ക് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ കനം കുറച്ച്, നടുക്ക് ഭാഗം കനം കുറയ്ക്കാൻ പാടില്ല. പറാഠ നമ്മൾ സ്റ്റഫ് പറാഠ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നടുക്ക് ഭാഗത്ത് നന്നായിട്ട് കട്ടിയത്തോടെ വേണം. പിന്നെ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ കനം കുറച്ച് വേണം. നമുക്ക് അത് നന്നായിട്ട് സ്റ്റഫിങ് നിറച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണേ, അപ്പോഴേ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. പിന്നെ സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് കനം കുറച്ചതിന് ശേഷം സീൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ഒത്തിരി പറാഠയുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തേക്ക്, മുളി പറാഠ അതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മതി. പരത്തിയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സൈഡ് ഭാഗമൊക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നടുക്ക് ഭാഗം കട്ടി കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കാണെങ്കിൽ ചെയ്ത് പരത്തി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റഫിങ് നിറച്ച് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റഫിങ് ഒക്കെ എല്ലായിടവും ഒന്ന് ഈവൻലി ആവാനായിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ നമ്പക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒത്തിരി ഒന്ന് അമ്മക്കി അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പറാഠ തീരെയും പൊട്ടത്തില്ല. കണ്ടില്ലേ, തീരെയും പൊട്ടില്ല. ചെറുതായിട്ടൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നല്ലതാണ്. മസാലയൊക്കെ നമ്മൾ പറാഠ ചുട്ടെടുക്കത്തില്ലയോ, പറാഠയൊക്കെ ആപ്പാണ് മസാലയ്ക്ക് ഇറങ്ങി വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതിൻ്റെ ഒത്തിരി അങ്ങ് പൊട്ടി ക്രേക്സ് വീഴാൻ പാടില്ല. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് എൻ്റെ പറാഠ അതേതാണ്ടിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒത്തിരി നൈസായിട്ട് സവാള അരിഞ്ഞെടുത്തത്. ഒത്തിരി പേരൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ പറാഠ ഇതുപോലെ സ്റ്റഫ് പറാഠ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെന്നൊക്കെ. പക്ഷേ ഇതുപോലെ ചെയ്ത് നോക്കുക, തീരെയും പൊട്ടത്തില്ല കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഇതേ ഒരു തവയിൽ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ച് ഇട്ടിട്ട് നമുക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചാബി പറാഠയൊക്കെ നമ്മൾ എപ്പോഴാണെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ ആഡ് ചെയ്തിട്ട് വേണേ കഴിക്കാനായിട്ട്. ശരിക്കും ഇത് ബട്ടർ വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇതിൻ്റെ തൈരോ അല്ലെങ്കിൽ റായ്ത്ത, അച്ചാർ അല്ലെങ്കിൽ നോർമൽ ചായയുടെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് പറാഠ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടില്ല, നന്നായിട്ട് വീർത്ത് വരും കണ്ടോ, പൊള്ളിച്ചതുപോലെ. എൻ്റെ എല്ലാം പറാഠ ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.